പക്ഷെ കേന്ദ്രത്തിൽ അറിയാൻ കഴിഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കേന്ദ്രത്തിലെ ആ BJPയുടെ ഭരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയും ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് നടത്താമായിരുന്നല്ലോ. ഇത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? ഇത് എല്ലാവർക്കും ആവുന്നതാണല്ലോ. അതിനൊരു BJP വരണമെന്നില്ലായിരുന്നല്ലോ. എല്ലാ പാർട്ടിക്കാർക്കും കൊണ്ട് പറ്റുമായിരുന്നു. പാർട്ടിക്കാരും അതിൽ ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരും രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അന്നേരത്തെ കാര്യങ്ങൾ നടത്തി പോകുക എന്നുള്ളതല്ല. വോട്ട് ചെയ്തവരെ കൂടി പരിഗണിക്കേണ്ടെന്ന്, അവരെ കൂടെ മാനിക്കേണ്ടെന്ന കാലം കൂടിയാണ് ഇപ്പോഴും. ഇവിടുത്തെ തുടർഭരണം എന്ന് നമുക്ക് എടുത്ത് ഞാൻ ഒരിക്കലും, എനിക്കറിയാം എന്ത് സംഭവിക്കുന്നുള്ള നല്ലതുപോലെ ഞാൻ കാണുന്നത്. ഇവർ ചെയ്ത തെറ്റിനെ അവർ ന്യായീകരിക്കും, അവർ ചെയ്ത തെറ്റിനെ ഇവർ ന്യായീകരിക്കും. പക്ഷേ ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കതും ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഇടതോ വലതോ ആരോ ഭരിച്ചോട്ടെ, പക്ഷെ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം ഇന്ത്യ ഭരിക്കുന്ന ധീരനായ ഒരു യോദ്ധാവാണ് എന്ന് പറഞ്ഞതുപോലെ കേരളവും അതുപോലെ ആവണം. കേരളത്തിൽ അങ്ങനെ ഒരു നേതാവ് വരണം. നമ്മുടെ സ്റ്റേറ്റ് മാറണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ നടക്കുന്ന ഇലക്ഷനോട് കൂടി ഇന്ത്യയിലെ ഏതെല്ലാം സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു വലിയൊരു മാറ്റം ഉറപ്പായിട്ട് സംഭവിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു നാള് ഈ ഭാരതം താമരയുടെ കീഴിലാവും എന്നതിനകത്ത് യാതൊരു സംശയമില്ല. അത് 100% ഉറപ്പിച്ച് പറയാണ്. അതിന് ബംഗാളല്ല, ഇനി ഏതൊരു ബംഗാളായാലും ശരി തന്നെ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനകത്ത് മാറ്റമില്ല. കാരണം BJP എപ്പോഴും ഇവിടെ ഏതെല്ലാം സ്റ്റേറ്റ് ഭരിച്ചിട്ടുണ്ടോ അവിടെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ 5 വർഷം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കും, 5 വർഷം കോൺഗ്രസ് ഭരിക്കും. ഇത് നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. അത് മാറണം. എന്തായാലും ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചിന്തിക്കുന്ന പോലെയുള്ള ചിന്ത ഒരുപാട് ആൾക്കാർ എൻ്റെ ഏജും അല്ലെങ്കിൽ ചെറുപ്പക്കാരികളും ഒക്കെ ചിന്തിക്കണം. IT മേഖലകളിലൊക്കെ നല്ല സാധ്യതകളുണ്ട്, നല്ല തൊഴിൽ സാധ്യതകളുണ്ട്, പല സാധ്യതകളുണ്ട്. ഇവിടെ കാർഷിക രംഗത്താണെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഒരു മാറ്റം സംഭവിക്കണം. ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നിട്ട് ഭരിക്കുമ്പോഴേ അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു പോകുമ്പോൾ ഭീമമായ ഒരു ബാധ്യതയും കടവും ആക്കിയിട്ടാണ് അവർ പോകുന്നത്. അത് അവരെയും കുറ്റം പറയുന്നില്ല. കാര്യം പലതിനും പൈസ എടുത്ത് ഇറക്കേണ്ടി വരുന്നത്. ഇവിടെ ലോട്ടറി, ഇവിടെ ഒരു മദ്യം, ഈ രണ്ടും ഇവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ കേരളം എങ്ങോട്ട് പോയാന്? കടക്കണി വീണും ഇവിടെ ബന്ധുരുകി പോയാന്, ഇല്ലേ? നശിച്ച് വെണ്ണീറായി പോയാന്. ഇപ്പം വരുന്ന കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്താണ്? ഈ കടം നികത്തണം. പിന്നെ അതിനു വേണ്ടി അവര് പല കാര്യം പിന്നെ